എന്ന് പറയുന്നത് അത് നീയായിരിക്കും. സോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ റീലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്. വേറെ ഒന്നുമില്ല, ആ ഒരു വ്യക്തിയും കൂടെ മനസ്സിലാക്കിക്കോട്ടെ ആ ഒരു വ്യക്തിക്ക് നീ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ, ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, അതായത് A to Z വരെയുള്ള കാര്യം നിന്നോട് പറയുന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത് നീയായിരിക്കും. സോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ റീലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്. വേറെ ഒന്നുമില്ല, ആ ഒരു വ്യക്തിയും കൂടെ മനസ്സിലാക്കിക്കോട്ടെ ആ ഒരു വ്യക്തിക്ക് നീ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ, പറയട്ടെ, നിങ്ങൾ പ്രണയിച്ചോളി, പക്ഷെ പ്രണയിക്കുന്ന ആളെ ഉണ്ടല്ലോ സ്വന്തമാക്കും. ടൈം പാസിന് വേണ്ടിയിട്ട് ആരും നോക്കാൻ നിൽക്കല്ലേ. ആ ഒരു വ്യക്തി ചിലപ്പോ എല്ലാം ഒഴിവാക്കിയിട്ടായിരിക്കും നിന്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് നീ ആ ഒരു വ്യക്തിയെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കും കയ്യിലിടവും. അനുഭവമുള്ളവരൊക്കെ ഇല്ലേ. പിന്നൊരു കാര്യം, ആരെയും പറ്റിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പ്രണയിച്ചോളി, പക്ഷെ പ്രണയിക്കുന്ന ആളെ ഉണ്ടല്ലോ സ്വന്തമാക്കും. ടൈം പാസിന് വേണ്ടിയിട്ട് ആരും നോക്കാൻ നിൽക്കല്ലേ. ആ ഒരു വ്യക്തി ചിലപ്പോ എല്ലാം ഒഴിവാക്കിയിട്ടായിരിക്കും നിന്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് നീ ആ ഒരു വ്യക്തിയെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കും കയ്യിലിടവും. അനുഭവമുള്ളവരൊക്കെ ഇല്ലേ. പിന്നൊരു കാര്യം, ആരെയും പറ്റിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല. അടുത്ത് നമ്മളൊരു മൂവി കണ്ടില്ലേ, അഭിലാഷ് എന്ന് പറഞ്ഞ, അതില് വൺ സൈഡ് ലവ് ആണ് അല്ലെ. വൺ സൈഡ് ലവ് അടിപൊളിയാണ്, കാരണം നമ്മൾ ഒരാളെ അറിയാണ്ട് അയാളെ ഇഷ്ടപ്പെട്ട് നടക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സമയത്ത് അയാൾക്ക് വേറൊരു റിലേഷൻ ആയി കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടാ, നമുക്ക് ആരുടെയെങ്കിലും വൺ സൈഡ് ആയിട്ട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു തുടക്കമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു അവസാനമായിട്ട് മാറും. പറയാണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ തന്നെ ആയിരിക്കും ദുഃഖിക്കേണ്ടത്, വേറെ ആരും ഉണ്ടാവില്ല. എല്ലാം അങ്ങോട്ട് മനസ്സിലാവും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത്, കാണുന്ന എല്ലാത്തിന്റെ പിറകെ പോവാണ്ട് കൂടെ ഉള്ളതിന് അതിനെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ലാന്ന്. അതേപോലെ തന്നെയാണ് നമ്മൾ കൂടെ ഉള്ളതിന്റെ വില നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോണം. അതും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിലും കൂടെ ആവാം. അപ്പോഴുള്ളൂ നമുക്ക് അതിന്റെ വില അങ്ങോട്ട് മനസ്സിലാവും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത്, കാണുന്ന എല്ലാത്തിന്റെ പിറകെ പോവാണ്ട് കൂടെ ഉള്ളതിന് അതിനെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? പണ്ടാരോ ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. ഇപ്പൊ പെരുന്നാള് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ പെരുന്നാളില് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, ഇതിപ്പോ ഫ്രണ്ട്സ് ആവട്ടെ, ഇനിയിപ്പോ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ പോയവരാവട്ടെ, ആരെങ്കിലും നിങ്ങൾ മിസ് ചെയ്തോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആ വ്യക്തിക്ക് ഷെയർ ചെയ്തെടുത്തേക്ക്. എടാ, വേറൊന്നുമല്ല, അവരും കൂടെ മനസ്സിലാക്കിക്കോട്ടെ നമ്മൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇനിയിപ്പൊ ഇതനക്ക് ആരെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ ഒരു വ്യക്തി എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കണ വിധത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഒരാളെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടും, എന്നിട്ട് പിന്നെ അയാൾ നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അയാൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കും, അയാൾക്ക് വേണ്ടിയിട്ട് കരയും. പക്ഷേ ഇപ്പൊ അയാളില്ലാണ്ട് എങ്ങനെ ജീവിക്കുന്നു? അങ്ങനെ ചിലരില്ലേ, നീണ്ടു നിൽക്കുന്ന പാമ്പനൊരു ലഹരി ഉണ്ടാക്കും. അതിനുവേണ്ടി വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും, എന്നിട്ട് അതിന് ജീവൻ കൊടുക്കും, എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റും. എടാ, വല്ല സിറിഞ്ചും കുത്തിക്കയറ്റോ അല്ലെങ്കിൽ മറ്റേ മൂക്കിൽ എന്തെങ്കിലും വലിച്ചു കയറ്റിട്ടോ കിട്ടുന്ന 2-3 മണിക്കൂർ നിൽക്കുന്ന ലഹരിയൊന്നും അല്ലടാ മക്കളെ. ലഹരി എന്ന് പറഞ്ഞാല് നിങ്ങളെ കൊണ്ടതൊന്നും നടക്കൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അത് നടത്തിയതിനു ശേഷം ചെന്ന് നിൽക്കുമ്പോ അവരുടെ കണ്ണിൽ നിങ്ങൾ കാണുന്ന ഒരു തീയുണ്ട്, അസൂയന്റെ തീക്കനൽ എന്ന് പറയും. അത് കാണുമ്പോൾ നിങ്ങളുടെ ഞരമ്പ് കൂടെ കയറുന്ന ഒരു ലഹരിയുണ്ട്. ഇതാണ് ലഹരി. നിങ്ങൾ വെറുതെ ഈ ടെമ്പററി ലഹരിക്ക് വേണ്ടി ഒന്നും പണിയെടുക്കാണ്ട് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന പാമ്പനൊരു ലഹരി ഉണ്ടാക്കും. അതിനുവേണ്ടി വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും, എന്നിട്ട് അതിന് ജീവൻ കൊടുക്കും, എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റും.